ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പതിവ് തെറ്റിക്കാതെ വീണ്ടും വരാലുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നലെ രാത്രി കിട്ടിയ വരാലാണ് കേട്ടോ. വൈകിട്ട് വെട്ടാൻ കുറച്ച് മടിയുള്ളത് കൊണ്ടും പിന്നെ ഇത് വെട്ടി ക്ലീൻ ആക്കാൻ അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തതിനെ ഫ്രിഡ്ജ് വെച്ചിരുന്നത്. ഒരു ദിവസം ഞങ്ങൾ വെള്ളത്തിലിട്ടിട്ട് കിടന്നപ്പോഴത്തേക്കും ചത്തുപോയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പണിയാണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫ്രീസറിലാണ് എടുത്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിറക് കമ്പ് പോലെ കിടക്കുന്നത്. കാത്തോണെ കാലുകൊണ്ട് തട്ടി നോക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ജീവനുണ്ടെന്ന് അവള് പറയുന്നത്. കുറേ നാൾ കൂടിയായി ഇപ്പം നമുക്ക് വരാലൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പൂച്ചയെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. കാത്തുവാണെങ്കിൽ എന്തുണ്ടാക്കും അമ്മയും ചോദിച്ചാണ് അടുക്ക നിൽക്കുന്നത്. ചടിക്ക് വരാലിനേക്കാൾ പ്രിയം കോലുമുട്ടായ കേട്ടോ. കൂടുതൽ കോലുമുട്ടായി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുറകിലത്തെ വ്യൂ. അടുക്കളയിൽ നിന്ന് നോക്കുമ്പോഴത്തേ നല്ല പാടമൊക്കെയാണ് കാണുന്നത്. നല്ല ഭംഗി എവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനൊക്കെ. പല വീഡിയോയിലും വരാൽ വെട്ടി ക്ലീൻ ആക്കുന്നതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഞുറുക്കി കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഇങ്ങനെ വട്ട അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് മസാല പുരട്ടിയിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണേ. പാൻ ചൂടായി വരാൻ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ നേരത്തെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ വരാലിനെ എല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് അപ്പുറം മറിച്ചിട്ടെടുത്ത് ആ സമയം കൊണ്ടത്തേക്ക് നമുക്ക് ബിരിയാണിക്കുള്ള കുറച്ച് അരി വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയുടെ ഭാഗവും സെറ്റാക്കി വെച്ചേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു ഫിഷ് ബിരിയാണി തന്നെയാണ്. ഈ വറുത്തുകോരി അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേറെ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മുടെ ഫിഷ് വറുത്തതിൻ്റെ തന്നെ ആ ഗ്രേവി ഫുൾ അതിനകത്തുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തേ. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നും അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ശകലം തേങ്ങാപ്പാലും പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് നമ്മുടെ ബിരിയാണി നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. കടയിലൊക്കെ ചെന്ന് നമ്മൾ വാഴയില ബിരിയാണി വാങ്ങാറില്ലേ, അതുപോലെ തന്നെ നമ്മളിവിടെ ഒന്ന് ചെറുതായിട്ട് ദം ചെയ്യാൻ പോകുന്നത്. വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് നമ്മുടെ റൈസും ഫിഷും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതേ അപ്പച്ചെമ്പ് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കിഴിയാക്കി വെച്ചിട്ടാണ് നമ്മൾ അപ്പച്ചെമ്പിൽ ആവി കയറ്റാനായിട്ട് പോകുന്നത്. അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിഴി ഓരോന്നായിട്ട് അതിലേക്ക് എടുത്ത് വെച്ചു. ഞാൻ ആദ്യം എല്ലാം കൂടെ എടുത്ത് വെച്ചു കേട്ടോ. എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടയ്ക്കാൻ പറ്റുന്നില്ല. പിന്നീട് 2 എണ്ണം വെച്ചായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ആകെ 4 കിഴിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം എടുത്ത് വെച്ച് അപ്പച്ചെമ്പ് നന്നായിട്ട് മൂടി വെച്ചത്. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡി. ഇത്തവണയും പതിവ് തെറ്റിക്കാത്ത കറക്റ്റ് സമയമായപ്പോഴത്തേക്കും കെട്ടിയും കയറി വന്നു കേട്ടോ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളെ തപ്പി പോകേണ്ട ഒരാവശ്യവും ഇല്ലതേ. അപ്പം തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചോദിച്ചപ്പോഴത്തേക്കും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങളും ബിരിയാണി കഴിച്ചിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.